ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതൽ തന്നെ മനുഷ്യവംശത്തിന്റെ ആരാധനയുടെ ആസ്ഥാന കേന്ദ്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചതാണ് വിശുദ്ധമായ കഅബ. ആ കഅബം നിൽക്കുന്ന സ്ഥലവും ചരിത്രപരവും ഭൂമിശാസ്ത്രപരവും സാമൂഹികപരവും എല്ലാ നിലയിൽ നോക്കിയാലും അതിവിശിഷ്ടമായ സവിശേഷമായ സർവസമ്മത യാഥാർത്ഥ്യമാണ് വിശുദ്ധമായ കഅബയ്ക്കും കഅബ നിൽക്കുന്ന ആ സ്ഥലത്തിനും ഉള്ളത്. എണ്ണമറ്റ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഉമ്മുൽ ഖുറ, വിശുദ്ധ ഖുർആൻ കഅബ നിൽക്കുന്ന സ്ഥലത്തെ പരിചയപ്പെടുത്തിയത് ഉമ്മുൽ ഖുറ, ഗ്രാമങ്ങളുടെ നാടുകളുടെ ഉമ്മയാണ്, മാതാവാണ് എന്നാണ്. ആ വിശുദ്ധമായ കഅബയ്ക്കാണ് പള്ളികളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. ഭൂമി ലോകത്ത് മനുഷ്യകുലത്തിന് ആരാധനയ്ക്കായി അല്ലാഹു ആദ്യമായി സ്ഥാപിച്ചു കൊടുത്തത് വിശുദ്ധമായ കഅബയാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്കതിങ്ങനെ കാണാം. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാത് മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിനാ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. മനുഷ്യർക്ക് ആരാധന നടത്തുന്നതിന് വേണ്ടിയിട്ടോ മനുഷ്യകുലത്തിന് ആരാധന നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലാഹു തആല ഭൂമി ലോകത്ത് ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത് അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയമാകുന്നു. അതോ മുബാറകം വഹുദൻ ലിൽ ആലമീൻ, അനുഗ്രഹീതവും സർവർക്കും മാർഗദർശനവുമാണ്. ശുദ്ധമായ കഅബം അതാണ് ആദ്യമായി അല്ലാഹു ഭൂമി ലോകത്ത് സ്ഥാപിക്കപ്പെട്ട ഭവനം, അല്ലാഹുവിന്റെ ഭവനം. അത് മുബാറക്കാണ്, വളരെ അനുഗ്രഹീതമാണ്. അതുപോലെ വഹുദൻ ലിൽ ആലമീൻ, സന്മാർഗദർശനമായിട്ടാണ് ലോകത്തിന് സന്മാർഗദർശനമായിട്ടാണ് വിശുദ്ധമായ ഹറമിനെ, ഭൂമി ലോകത്തോ കഅബയെ ഞാൻ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ അത് പഠിപ്പിക്കുകയാണ്. ഭൂമിയെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നതിനും എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ കഅബാലയത്തിന്റെ സ്ഥാനത്തെ അല്ലാഹു നിർണയിച്ചു കൊടുത്തു. മുഹമ്മദുർ റസൂലുള്ളാഹി ഖലഖല്ലാഹുൽ ബൈത ഖബലൽ അർളി ബിഅൽഫി സന. ഭൂമിയെ അല്ലാഹു സൃഷ്ടിക്കുന്നതിനും 2000-ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു കഅബാലയത്തിന്റെ സ്ഥലത്തെ അല്ലാഹു നിർണയിക്കുകയുണ്ടായി. അങ്ങനെയുള്ള വിശുദ്ധമായ അല്ലാഹുവിന്റെ ഭവനത്തിലേക്കാണ് ഇപ്പൊ ഹാജിമാർ ഹജ്ജിനായി ചെന്നുകൊണ്ടിരിക്കുന്നത്. ലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. മനുഷ്യർക്ക് അല്ലാഹുവിന്റെ മേൽ ബാധ്യതയായിരിക്കുകയാണ്. മനുഷ്യർക്ക് അല്ലാഹുവിന്റെ മേൽ നിർബന്ധ ബാധ്യതയായിരിക്കുന്നു. എല്ലാവർക്കുമല്ല, എല്ലാ ആളുകൾക്കുമല്ല. പിന്നെയോ മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ, എന്റെ വിശുദ്ധമായ ഹറമിൽ എത്തിച്ചേരാൻ
കഴിവുള്ള ആളുകൾക്ക് ബാധ്യതയായിരിക്കുന്നു, കടമയായിരിക്കുന്നു, നിർബന്ധമായിരിക്കുന്നു. എത്തിച്ചേരാൻ കഴിവെന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കുന്നു മുഹമ്മദ് മുസ്തഫ. മൻ മലക സാദൻ വറാഹില യുബല്ലിഗുഹു ഇലല്ലാഹ്. വഴിയാലും മുതലാലും അവിടെ ചെന്നെത്താൻ കഴിയുന്ന ആളുകൾ, വഴിയാൽ പോക്ക് സൗകര്യം, സാമ്പത്തികമായ ഭദ്രത, ശാരീരികമായ സൗഖ്യവും ഇത് ഒത്തുകൂടിയ ആളുകൾ, അങ്ങനെ കഴിവ് കിട്ടിയ ആളുകൾ നിർബന്ധമായും അല്ലാഹുവിന്റെ ഹറമുകളുള്ള കഅബകളെ എത്തിച്ചേർന്നേ പറ്റുകയുള്ളൂ. അങ്ങനെ കഴിവുള്ള ആളുകളിൽ ചിലര് തീരുമാനമെടുക്കാണ്, ഞാൻ പോണില്ല, പറ്റൂല. അങ്ങനെ ആരെങ്കിലും തീരുമാനിച്ചാലോ വലം യഹജ്ജു ഫലാ അലൈഹി അയ്യമൂത യഹൂദിയൻ ഔ നസ്റാനിയ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇനി വലം യഹജ്ജ്, ഒരാള് ഹജ്ജ് ചെയ്യുന്നില്ല. ആരാ? നേരത്തെ പറഞ്ഞ സാമ്പത്തിക ഭദ്രതയുള്ള, ശാരീരിക സൗഖ്യമുള്ള, വഴിയാല ഭദ്രത കിട്ടുന്ന, എല്ലാ നിലയിലും കഴിവുള്ള ഒരാൾ തീരുമാനിക്കുകയോട് പോണില്ല, പറ്റൂല, ചെയ്യുന്നില്ല. നബി തങ്ങൾ പറയട്ടെ, ഫലാ അലൈഹി അയ്യമൂത യഹൂദിയൻ ഔ നസ്റാനിയ. ഉള്ളവന്മാർ യഹൂദികളായി ജൂതനസ്രാണികളോ ഈ ലോകത്തു നിന്ന് മരിച്ചു പോകട്ടെ, സത്തുപോകട്ടെ. നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങളെ ദുആണ്. പോകാൻ കഴിവുണ്ടായിട്ട് പോകാതിരുന്ന ഈ ലോകത്തു നിന്ന് മാന്യമായി ഈമാനോടെ മരിച്ചു പോകാമെന്ന് കരുതണ്ട. അല്ലാഹു ജല്ല ജലാലു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖലീലുള്ളാഹിന്റെ വിളി കേട്ടിട്ടുണ്ടെങ്കിൽ ചെന്നേ പറ്റൂ. 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ലിബിയക്കാരന്റെ ഹജ്ജ് യാത്ര നിങ്ങൾ അറിഞ്ഞില്ലേ? അറിഞ്ഞവരുണ്ടല്ലോ സഹോദരാ. പുളകിതമായി പോകും, രോമാഞ്ചമുണ്ടായി പോകും കേട്ടാൽ. ലിബിയക്കാരനായ ആമിർ അൽ മഹ്ദി അൽ ഗദ്ദാഫി എന്ന ഒരു സഹോദരൻ ഹജ്ജിനായി നിയത്ത് ചെയ്യുകയാണ്. എല്ലാ യാത്രാരേഖകളും തയ്യാറാക്കി എയർപോർട്ടിൽ വരുന്നു. പക്ഷേ എന്തോ അദ്ദേഹത്തിന്റെ അൽ ഗദ്ദാഫി എന്ന പേരില് എന്തോ ചില മിസ്റ്റേക്കുകൾ ഉള്ളതിന്റെ പേരില് സാങ്കേതികമായ തടസ്സങ്ങൾ പറഞ്ഞിട്ട് ആ വിമാനത്തിന്റെ മെയിൻ ക്യാപ്റ്റൻ പറയുന്നു, പറ്റൂല, ആമിറിനെ ഈ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റൂല, സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആമിറിനെ കയറ്റിയില്ല. വിമാനമതാ പറന്നുയരുന്നു. സുബ്ഹാനല്ലാഹ്. അന്തരീക്ഷത്തിൽ വിമാനം പറന്നുയർന്നു പോകുമ്പോൾ ആ വിമാനത്തിന്റെ ക്യാപ്റ്റന്, ഞാൻ ഓടിക്കുന്ന പറത്തുന്ന വിമാനത്തിന് എന്തോ സാങ്കേതികമായ തകരാറ് സംഭവിക്കുകയോട് അടിയന്തിരമായി ലിബിയൻ എയർപോർട്ടിൽ ഈ വിമാനം തിരിച്ചിറക്കിയില്ലെങ്കിലോ ഈ ഹാജിമാര് മുഴുവനും മരിച്ചു പോകുന്ന സ്ഥിതി വരികയാണ്. പെട്ടെന്നതാ വിമാനം താഴെയിറക്കുന്നു. അടിയന്തിരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. വീണ്ടും അതാ വിമാനം പറന്നുയരുന്നു. നേരത്തെ സംഭവിച്ച പോലെയുള്ള സാങ്കേതിക തകരാറ് സംഭവിക്കുകയാണ്. ക്യാപ്റ്റന് മനസ്സിലാകുന്നു തുടർന്ന് യാത്ര പോകാൻ പറ്റൂല. വീണ്ടും ആ വിമാനം അതാ തിരിച്ചിറക്കുന്നു. തകരാറുകൾ പരിഹരിക്കുന്നു, പറന്നുയരുന്നു. 3ാമത്തെ തവണയും ആ വിമാനത്തിൽ അന്തരീക്ഷത്തിൽ വെച്ചിട്ട് തകരാറ് സംഭവിക്കുമ്പോ ആ വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്റ്റന് തന്റെ സഹ ക്യാപ്റ്റന്മാരോട് പറഞ്ഞു, ഇനി ഈ
വിമാനം ലിബിയൻ എയർപോർട്ടിൽ ഞാൻ തിരിച്ചിറക്കിയാൽ ആമിർ അൽ ഗദ്ദാഫിയെയും കൊണ്ടല്ലാതെ അല്ലാഹുവിന്റെ ഹറമിലേക്ക് പോകൂല. ആ വിമാനം തിരിച്ചിറക്കുകയാണ്. സഹോദരങ്ങളെ, ലിബിയക്കാരനായ കണ്ണുനീരോടെ ഹറമിലേക്ക് പോകാൻ പറ്റാത്ത എയർപോർട്ടിന്റെ ഏതോ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് വാവിട്ട് കരയുന്ന ആ പ്രിയപ്പെട്ട ആമിറുൽ മഹ്ദി അൽ ഗദ്ദാഫി എന്ന സഹോദരനെ വിളിക്കുകയാണ്. അയാളെ വിളിച്ച് വിമാനത്തിൽ കയറ്റുന്നു. വിമാനം പറന്നുയരുന്നു. ഒരു തകരാറുമുണ്ടാകുന്നില്ല. എന്ത് സഹോദരാ, അല്ലാഹുവിന്റെമായ വിശുദ്ധമായ ഹറമുകൊള്ള ഹജ്ജിനായ അള്ളാന്റെ ഖലീലിനെ കൊണ്ട് വിളിപ്പിച്ചു. ആ വിളി കേട്ടവരെ തടസ്സം നിൽക്കാൻ, ആ വിളി കേട്ടിട്ട് അവിടെ എത്തുന്നതിന് തടസ്സമായി നിൽക്കാൻ ഒരൊറ്റ മഖ്ലൂഖിനും പറ്റൂല. ലോകത്തെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാകുന്നു. വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. അവനാണ് എല്ലാ വസ്തുക്കളുടെയും കൈകാര്യകർത്താവ്. ലഹു മഖാലീദുസ് സമാവാതി വൽ അർള്. ആകാശഭൂമിയുടെ മുഴുവൻ അധീനതയും അധികാരവും അല്ലാഹു ജല്ല ജലാലുവിനാകുന്നു. അള്ളാഹു തീരുമാനിച്ചാൽ എത്തിയേ പറ്റൂ. അള്ളാഹുവിന് വേണമെങ്കിൽ ആമിർ മഹ്ദി അൽ ഗദ്ദാഫിയെ വേറെ ഒരു വിമാനത്തിൽ അവിടെ എത്തിക്കാം. പക്ഷെ അള്ളാഹ് തീരുമാനിച്ചു പറ്റൂല. ഏത് വിമാനത്തിൽ കയറാൻ ആഗ്രഹിച്ചു ആമിർ വന്നോ, ഏത് വിമാനത്തിൽ കയറണ്ട എന്ന് അധികൃതർ തടസ്സം നിന്നോ, അതേ വിമാനത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഹറമുകളെ ആമിറിനെ അള്ളാഹ് എത്തിച്ചുവെങ്കില് അതാണ് സഹോദരങ്ങളെ, അള്ളാന്റെ ഹറമിലെത്താൻ ഭാഗ്യമുള്ളവരാൾ അള്ളാഹ് വിളിച്ചിട്ടുണ്ടോ ചെന്നേ പറ്റുള്ളൂ. ഹജ്ജ് ചെറിയ ത്യാഗമല്ല, വലിയ ത്യാഗമാണ്. എന്താണ് ഹജ്ജ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അത് മലയാളത്തിൽ ചുരുക്കി നമുക്കത് ഇങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം. നിർബന്ധമായി നിസ്കാരത്തിൽ ചൊല്ലാനുള്ളതുപോലെ, മറ്റു ആരാധനകളിൽ നിർബന്ധമായി പറയാനുള്ളതുപോലെ ഒന്നും തന്നെ ഹജ്ജിലില്ല. ഹജ്ജിലെല്ലാം ചെയ്യലാണ്, പ്രവർത്തനങ്ങളാണ്. അത് കരുതലാണ്, ചുറ്റലാണ്, നിൽക്കലാണ്, നടക്കലാണ്, എറിയലാണ്, കളയലാണ്. വല്ലതും പറയാറുണ്ടോ? നിർബന്ധമായിട്ട് വല്ലതും പറയാനുള്ള പഠിപ്പിച്ചോ? ഇല്ല. പിന്നെയോ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രധാനമായും കരുതലാണ്. ഹജ്ജിന് വേണ്ടി നിയ്യത്ത് ചെയ്യുക, അത് മനസ്സുകൊണ്ടങ്ങ് കരുതിയാൽ മതി. പിന്നെന്തോ അല്ലാഹുവിന്റെ ഹറമിലെത്തിയിട്ട് തവാഫ് ചെയ്യലാണ്, അത് നടക്കലാണ്. പിന്നെയോ മിനാ താഴ്വാരത്തിൽ പോകാൻ അവിടെയും നിൽക്കലും കിടക്കലുമാണ്. പിന്നെയോ എറിയലാണ്, ജംറാത്തുകളിൽ പോയി കല്ലെറിയലാണ്, പിശാചിനെ പ്രതീകാത്മകമായി കല്ലെറിയലാണ്. അവസാനമോ തഹല്ലുലാകുന്നു, മുടി കളയലാണ്. പക്ഷെ ഇതെല്ലാം ത്യാഗമാണ്. ഇവിടുന്ന് ഒരാൾ ഹറമിലെത്തണം, ഇവിടുന്ന് ഉംറ കഴിഞ്ഞ് പിന്നെ ഹജ്ജിന്റെ അമലുകളൊക്കെ ചെയ്തു പോകുമ്പോ ആരോഗ്യമില്ലെങ്കിൽ സഹോദരങ്ങള് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് നല്ല ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹുവിന്റെ ഹറമിലെത്താൻ കഴിയണം. അല്ലാഹു ജല്ല ജലാലു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് അറഫ. ദുൽഹിജ്ജ 9 അന്ന് അറഫയിൽ ലോകത്തുള്ള മുഴുവൻ ഹാജിമാരും സമ്മേളിക്കുന്ന ദിവസവും, ലോകത്ത് ഇതുപോലെ പുണ്യമാക്കപ്പെട്ട ദുആഇന് ഇജാബത്തുള്ള ഒരു ദിവസോ വേറെയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഖൈറു ദുആഇ ദുആഉഹു യൗമി അറഫ ഖാല റസൂലുള്ളാഹി. അറഫ ദിവസത്തെ പ്രാർത്ഥന പോലെ അല്ലാഹ് കബൂലാകുന്ന വേറൊരു ദുആ ഇല്ല, വേറൊരു പ്രാർത്ഥന ഇല്ലേ ഇല്ല. അവിടെ ലക്ഷക്കണക്കിന് ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുമ്പോ, അവിടെ അറഫയിൽ സമ്മേളിക്കുമ്പോ
ദുൽഹജ്ജ് 9-ന് ലോകത്തുള്ള മറ്റുള്ള മുഴുവൻ വിശ്വാസികളോ ഹാജിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നോമ്പെടുക്കൽ സുന്നത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു അറഫ നോമ്പെടുത്താൽ സുബ്ഹാനല്ലാഹ് എത്ര കൂലിയാണ് ഒരു അറഫ നോമ്പിനുള്ളത്. ബഹുമാനപ്പെട്ട സ്വഹാബി വര്യനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളോട് ചോദിച്ചു, നബിയേ, അറഫ നോമ്പിന്റെ ശ്രേഷ്ഠത എത്രയാണ്, പ്രത്യേകത എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, യുകഫിറു സനതൽ മാളിയത വൽ ബാഖിയ. ഒരു അറഫ സുന്നത്ത് നോമ്പെടുത്താൽ നിന്റെ കഴിഞ്ഞുപോയ ഒരു കൊല്ലത്ത് മുഴുവൻ പാപങ്ങളും വരാനിരിക്കുന്ന നീ ചെയ്യാൻ പോകുന്ന ഒരു കൊല്ലത്തെ പാപങ്ങളും മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറയാണ്, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ പാപം അല്ലാഹു പൊറുക്കുമെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും നമ്മൾ ചെയ്തു പോയ പാപമാണ്. ഇനി വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ ദോഷവും അല്ലാഹു പൊറുക്കുമെന്ന് പറഞ്ഞാൽ ആ ഒരു കൊല്ലം ആയുസ്സോടെ ആരോഗ്യത്തോടെ ഈ നോമ്പെടുത്ത ആളിന് ജീവിച്ചിരിക്കാൻ പറ്റുമെന്നാണ് മുഹമ്മദ് മുസ്തഫ. ഒരാളെ ചെയ്യാൻ പോകുന്ന ഒരു കൊല്ലത്ത് പാവം അല്ലാഹു പൊറുക്കൂ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാവുക? അയാൾ ജീവിച്ചിരിക്കുന്നല്ലേ? ആയുസ് വേണോ? ഒരു കൊല്ലം മുന്നോട്ട് ജീവിക്കണമെന്ന് ഉറപ്പോടെ ആയുസ് വേണോ? അറഫ നോമ്പെടുത്തോ? അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറഫ നോമ്പിന് ഇത്രയും പ്രത്യേകതയാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറഫയുടെ നോമ്പിന് ഇത്രയും പ്രത്യേകതയാണെങ്കിൽ അങ്ങ് അള്ളാഹുവിന്റെ വിശുദ്ധമായ അറഫയിൽ സമ്മേളിച്ച ഹാജിമാരുടെ പ്രത്യേകത എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം അൽ ഹാഫിദ് അബ്ദുസ്സലാം സുഫൂരി അവിടുത്തെ നുസ്ഹത്തുൽ മജാലിസിൽ ഹജ്ജിന്റെ അധ്യായത്തിൽ മനോഹരമായ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറയുകയാണ്, അന്ന ബഅദ സ്വാലിഹീന ഹജ്ജാ ഫലമ്മൻ സറഫ മിൻ അറഫാത്ത്. ഒരു ഹജ്ജിന്റെ വേളയില്, ഒരു ഹജ്ജിന്റെ സമയത്ത് ഹാജിമാർ ഹജ്ജ് ചെയ്തു, അവർ അറഫയിൽ സമ്മേളിച്ചു. വൈകുന്നേര സന്ധ്യാസമയത്ത് ഫലമ്മൻ സറഫ മിൻ അറഫാത്ത്, അറഫയിൽ നിന്നവരെല്ലാം മുസ്ദലിഫയിലേക്ക് പോവുകയാണ്. അവിടെ പിന്നെ ഒരൊറ്റ ഇൻസുണ്ടാവൂല. എവിടെ? അറഫ മൈതാനത്ത് നിൽക്കാൻ പറ്റൂല. സൂര്യസ്തമാനത്തിന് മുമ്പ് തന്നെ അറഫ വിട്ടുകൊള്ളണോ? സുബ്ഹാനല്ലാഹ്. ആ ഹജ്ജിന് വന്ന ഒരു മഹാനായ ഒരു സ്വാലിഹായ മനുഷ്യന് ദക്കറ അന്നഹു നസിയ ഹിമ്യാനിഹി. അവിടുന്ന് യാത്ര പുറപ്പെട്ട സമയത്താ മനസ്സിലാകുന്നത് താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന തന്റെ പണമുള്ള പേഴ്സ് കാണാനില്ല, തന്റെ പണസഞ്ചി കാണാനില്ല. ഞാനിനി നാട്ടിൽ തിരിച്ചു ചെല്ലാനുള്ള മുഴുവൻ പണവും ഇതിനകത്താണ്. പെട്ടെന്ന് അയാൾ അറഫയിലേക്ക് തിരിച്ചു വന്നു. ആ മനുഷ്യൻ പറയുകയാണ്, ആരുമില്ലാത്ത, മനുഷ്യരില്ലാത്ത ഞാൻ മാത്രമുള്ള ആ അറഫ മൈതാനിയിലേക്ക് ഞാൻ അങ്ങ് ചെല്ലുമ്പോൾ ഞാൻ അവിടെ കാണുന്ന കാഴ്ച ലക്ഷക്കണക്കിന് ഹാജിമാർ അല്ലാഹുവിന്റെ ദിക്റിലും സ്വലാത്തിലും ഇബാദത്തിലും കണ്ണുനീരിലുമായി കഴിഞ്ഞ വിശുദ്ധമായ അറഫ മൈതാനം പട്ടികളെ കൊണ്ടും പന്നികളെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. പട്ടികളെ കൊണ്ടും പന്നികളെ കൊണ്ടോ അറഫ മൈതാനം നിറഞ്ഞിരിക്കുന്നു. ഞാൻ ഭയന്നുപോയി. അല്ലാഹുവേ, പടച്ച റബ്ബേ, കുറെ സമയം മുമ്പ് നിന്റെ വിശുദ്ധമായ ദിക്റിലും സ്വലാത്തിലും ഖുർആനിലും എല്ലാമായി കഴിഞ്ഞിരുന്ന ഈ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലോ നീ പട്ടികളെ കൊണ്ട് പന്നികളെ കൊണ്ട് നിറച്ചോ അല്ലാഹ്. ആ സമയത്ത് ആ പട്ടികളും ആ പന്നികളോ ആ മനുഷ്യനോട് മറുപടി പറയുകയാണ്, ലാ തഖഫ്, ലാ തഖഫ്, പേടിക്കണ്ട, ഭയപ്പെടണ്ട. ഇന്നമാ നഹ്നു ദുനൂബുൽ ഹുജ്ജാജ് തറകൂനാ വൻസറഫു ത്വാഹിരീൻ. ഞങ്ങൾ ആരെന്നറിയോ? ഇന്നമാ നഹ്നു
ഇവിടുന്ന് ഇപ്പോൾ കാലിയാക്കി പോയ ലക്ഷക്കണക്കിന് ഹാജിമാരുണ്ടല്ലോ. ഈ അള്ളാഹുവിന്റെ വിളി കേട്ട് അറഫയിലെത്തിയ ഈ ഹാജിമാർ അവർ ചെയ്തു പോയ പാപങ്ങള്, അവർ ചെയ്തു പോയ ദോഷങ്ങള് അള്ളാഹു പട്ടികളാക്കി കോലം മറിച്ചു. അള്ള പന്നികളാക്കി കോലം മറിച്ചു തന്നതോട് അവരുടെ ദോഷങ്ങളും പാപങ്ങളും പട്ടികളും പന്നികളുമായി കോലം മറിച്ചിട്ട് ഈ പട്ടികളും പന്നികളും പറയുകയാണ് അവരോ പരമപരിശുദ്ധരായി ഒരു തെറ്റും കുറ്റങ്ങളും ഇല്ലാത്ത വിശുദ്ധരായി മടങ്ങിപ്പോയി. അറഫയിൽ സമ്മേളിച്ച് ഹാജിമാർക്ക് അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം ഇതാണെങ്കിൽ സുബ്ഹാനല്ലാഹ് അർഹമുർ റഹീമായ ജല്ല ജലാലായ അളീമായ റബ്ബു തആല ഹാജിമാരുടെ മുഴുവനും ഹജ്ജിന്റെ കർമ്മങ്ങളെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ കരുതലാണ്, നിൽക്കലാണ്, ഓടലാണ്, അതേപോലെ എറിയലാണ്, കളയലാണ്. അതോടൊപ്പം നമ്മൾ പറയണം ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ട സിയാറത്തും കൂടിയാകുന്നു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ട സിയാറത്തും. മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ മസാറുകളെ ഈ പോകും ഹാജിമാർ അല്ലാഹുവിന്റെ വിശുദ്ധമായ മത്താഫിൽ ഒരു കൂട്ടമായ സിയാറത്തും കൂടിയാകുന്നു. ബഹുമാനപ്പെട്ട ഇമാം സുഫൂരി പറയട്ടെ, സഹോദരങ്ങളെ, അന്ന ഹൗലൽ കഅബത്തി 300 നബിയനാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഹറമിന്റെ ചുറ്റും 300ഓളം അമ്പിയാക്കന്മാരുടെ ഖബർ ശരീഫുകളുണ്ട്. മുഹമ്മദ് മുസ്തഫ, അതാ ഞാൻ പറഞ്ഞത്, മത്താഫിലെത്തിയിട്ട് തവാഫ് ചെയ്യുമ്പോൾ അതൊരു കൂട്ട സിയാറത്ത് കൂടിയാണ്. അന്ന ഹൗലൽ കഅബത്തി 300 നബി, 300 ചില്ലുവാനും അമ്പിയാക്കന്മാരുടെ നബിമാരുടെ ഖബറുകള് വിശുദ്ധമായ കഅബയുടെ ചുറ്റുമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മിൻഹും ബൈനൽ ഹജറിൽ അസ്വദി വറുക്നിൽ യമാനി 70 നബിയാ. 300 ചില്ലുവാനം ഖബർ ശരീഫുകൾ അല്ലാഹുവിന്റെ ഹറമിന്റെ ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹജറുൽ അസ്വദിന്റെ മൂല മുതൽ റുക്നുൽ യമാനിയുടെ മൂല, ഹജറുൽ അസ്വദുള്ള ഒരു സൈഡിലെ ഭാഗം, അതിന്റെ ഇടയിൽ മാത്രം 70 നബിമാരുടെ ഖബറുകൾ ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര? 70 നബിമാരുടെ ഖബറുണ്ട്. ഇനി കേട്ടോ, വഖബറു ഇസ്മാഈല വഉമ്മിഹി തഅതൽ മീസാബ്. അല്ലാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സീമന്ത പുത്രൻ നബിയുല്ലാഹി ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറോ വഉമ്മിഹി, ആ ഇസ്മാഈൽ നബിയുടെ പ്രിയപ്പെട്ട ഉമ്മ, ലോകത്തിന്റെ ഉമ്മ സയ്യിദത്തുന ബീബി ഹാജർ റളിയല്ലാഹു അൻഹയുടെ ഖബറോ തഹ്തൽ മീസാബ്. കഅബയുടെ മുകൾ ഭാഗത്ത് നിന്ന് മഴവെള്ളം താഴേക്ക് വീഴാൻ വേണ്ടിയിട്ട് ഒരു സ്വർണ്ണപ്പാത്തി വെച്ചിട്ടുണ്ടല്ലോ കഅബയുടെ വടക്ക് ഭാഗത്ത്. ആ സ്വർണ്ണപ്പാത്തിക്കാണ് മീസാബ് എന്ന് പറയുക. ആ പാത്തിയുടെ താഴ്ഭാഗത്താണ് മഹാനായ നബിയുല്ലാഹി ഇസ്മാഈൽ അവരുടെ പ്രിയപ്പെട്ട ഉമ്മ ബീബി ഹാജർ റളിയല്ലാഹു അൻഹ രണ്ടാളുടെയും ഖബറുള്ളതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഇ.കെ. അസഫ് മുസ്ലിയാർ പറഞ്ഞത്, സുന്നിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റൂടാ. എടാ, ഒരു സുന്നിയാണെങ്കിൽ നിനക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ, സുന്നി അല്ലാത്തവന് ഹജ്ജ് പറ്റൂല. ഇനി പോയാൽ തന്നെ ഒരിക്കലേ പോകൂ, പിന്നെ പോവില്ല. കാരണം ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. അവിടെ മഖാമു ഇബ്രാഹിം ഉണ്ട്, സ്ഫടിക നിർമ്മിതമായ സ്വർണ്ണാലങ്കൃതമായ ഒരു കൂട്ടില്ലതോ ഒരു പാറക്കല്ല് വെച്ചിരിക്കുകയാണ്. എന്താ പാറക്കല്ല്? അല്ലാഹുവിന്റെ ഖലീലിന്റെ പദപങ്കജം പതിഞ്ഞ ഇബ്രാഹിം നബിയുടെ കാല് പതിഞ്ഞ പാറക്കല്ല്. ലോകത്തിന് ദൃഷ്ടാന്തമായി വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ലാ. ഏയ് ഹാജിമാരെ, നിങ്ങളുടെ ഹജ്ജ് പൂർത്തിയാകണോ? നിങ്ങളെ തവാഫ് കഴിഞ്ഞാൽ നേരെ
എന്റെ ഖലീലുള്ളാന്റെ കാല് പതിഞ്ഞ് പാറക്കല്ല് കഅബയുടെ കിഴക്ക് ഭാഗത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ വന്ന് നീ നിസ്കരിക്കൂ. വിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹ് ഖുർആനെ അല്ലാഹ് പറഞ്ഞപ്പോൾ ഒരു യുക്തിവാദി പറയാണ് എനിക്ക് പറ്റൂല, കാരണം അതൊരു മനുഷ്യന്റെ കാല് പതിഞ്ഞ കാൽപ്പാടുള്ള കല്ലാണ്, ആ കല്ലിന്റെ പിന്നിൽ ഞാൻ നിസ്കരിക്കാനോ പറ്റൂല എന്ന് പറഞ്ഞ നിനക്ക് ഹജ്ജേ ഇല്ല. ഹജ്ജുണ്ടോ അവന്? അവന് ഹജ്ജില്ല. അതുകൊണ്ടാ പറഞ്ഞത് ഹജ്ജ് സുന്നിക്കേ പറ്റൂന്ന്. അൽഹംദുലില്ലാഹിമായ ജല്ല ജലാലായ അളീമായ റബ്ബ് തആല കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി അമല് ചെയ്ത് ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിന്റെ പുണ്യം കരഗതമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഹറമിലെത്തിയ ഹാജിമാർ, നമ്മുടെ നാടുകളിൽ നിന്ന് പോയവർ എല്ലാവർക്കും അല്ലാഹു പൂർണ്ണമായ സുരക്ഷിതത്വം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.